ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ലക്ഷ്മി പരാതി കൊടുത്ത് 10 പരാതികൾ ഇപ്പോഴും പെൻഡിംഗ് ഉള്ളവരാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലേ? അയ്യോ, ഇങ്ങനെ പെൺമക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ല, കോടതിയിൽ വിശ്വാസമില്ല, പോലീസിൽ വിശ്വാസമില്ല. Hey, I've seen this one. This is business. വയ്യ പ്രകാശത്തെ ഉണ്ടാക്കും. 2% ഇന്ത്യയിലെ സ്ത്രീകൾ കൊടുക്കുന്ന പരാതികൾ വ്യാജ പരാതികളോ അടിസ്ഥാനമില്ലാത്തതോ ആണെന്ന് BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ട് പറയുന്നു. BBC പറയുന്നുണ്ട് 53% കോട്ട് ചെയ്യുന്ന റിപ്പോർട്ട് പറയുന്നതാണ് വ്യാജ പരാതികളാണ്. അങ്ങനെ ഒരുപാട് വ്യാജ പരാതികൾ ഉമ്മൻചാണ്ടി സാറിനെ അപ്പോ എന്തായിരുന്നു അന്ന് ദീപക് താങ്കളോട് സംസാരിച്ചത്? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സോഷ്യൽ ബുള്ളിംഗ് ആണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ സംസാരിക്കാനുള്ള ഒരു വേദിയാണ് എന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് ശരിയല്ല. അടിപൊളി. സ്ത്രീ എന്ന പ്രിവിലേജ് മാത്രമാണ് അവർ കൊടുത്തത്. അവരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നു, അവർക്ക് മുഖമറയ്ക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു, അവർ എല്ലാ പുരുഷന്മാരും സ്ത്രീകൾക്ക് പറയുന്ന കേട്ടവയായിരിക്കും ഞങ്ങളൊക്കെ സ്ത്രീ വിരുദ്ധ ദീപക് നീതി വേണമെന്ന് പറയുന്നവരൊക്കെ സ്ത്രീ വിരുദ്ധരാന്ന് ചിത്രീകരിക്കുകയാണ്. അത്തരത്തിലുള്ള സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം നേരത്തെ സംഭവിച്ചത് ഇവിടെ പറഞ്ഞത് സംഭവിക്കും. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് നാളെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായാൽ അവരെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ വരും. കാരണം ഇത്തരത്തിൽ തെറ്റ് ചെയ്ത സ്ത്രീക്ക് പോലും ബാധിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ കറക്റ്റ് പോയിന്റ് കൊണ്ട് തിരിച്ചിട്ട് കൊടുത്തു. പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞു. അവധാനത കണ്ടോ? പുരുഷന്മാരെ വലിച്ചു കയറുമ്പോൾ മരത്തിന് പ്രശ്നമില്ല. പുരുഷന്റെ അഭിമാനത്തിനും വിലയുണ്ട്, സ്ത്രീക്ക് മാത്രമല്ല അഭിമാനം. പുരുഷന്റെ മുഖം മക്കളുണ്ട്, അമ്മയുണ്ട്. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ.